ജസ്റ്റ് മഴ പെയ്യുന്ന ഒരു ഫീൽ കേട്ടോ. അപ്പോൾ അറിയുന്ന ചാടുന്ന വെള്ളത്തിന് നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഇടയ്ക്കിട്ട് വരുമ്പോൾ ഏതായിട്ട് ചാടുമ്പോൾ നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ ഹൈക്ക് ചെയ്തിട്ട് വേർതിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. ഇവിടെ നിന്നില്ലെങ്കിൽ നമ്മൾ വീടും അത്രയും പ്രായമായ അപ്പാപ്പനും അമ്മാമ്മയൊക്കെ നടക്കുന്നുണ്ടോ. പിന്നെ നമുക്കിതൊക്കെ ഈസി ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കൊന്നും വേണ്ട. അവർ ചെറുപ്പം മുതൽ തുടങ്ങിയ പരിപാടിയായിരിക്കും ഇത് നമ്മുടെ കാണുമ്പോഴുള്ളൊരു ഇതിൻ്റെ എല്ലാം നമ്മളിങ്ങനെ ഡെയിലി നമ്മളിങ്ങനെ ഹൈക്കിങ് അങ്ങനെയൊക്കെ നടന്നു നമ്മുടെ ലങ്സും അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്ട്രോങ് ആണ്. പിന്നെ നമ്മുടെ മസിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ജിമ്മന്മാരൊന്നും ആവണ്ട, നമ്മളല്ലാണ്ട് തന്നെ പിന്നെ നമ്മൾ മെൻ്റലി നല്ല സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അതാണ് പ്രായം നമ്മളെ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും തളർത്തുകയില്ല എന്ന് പറയുന്നത്. എന്നെ ഭംഗിയത് കേട്ടോ. ഈ സൈഡ് വരാതെ പോയായിരുന്നേ നഷ്ടമായിരുന്നു. അടിപൊളി വ്യൂ. അല്ല എന്നെ ഭംഗിയല്ലേ ഇതൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ കാണാൻ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ. അപ്പോൾ ഓസ്ട്രേലിയ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വരുമ്പോഴാണ് നമ്മളിങ്ങനത്തെ ഒരിത്. ഒയ്യോ അടിപൊളി ഒരു സ്ഥലം കണ്ടോട്ടോ. അപ്പോൾ നമ്മൾ വന്ന സ്ഥലത്തിൻ്റെ ഒരു വ്യൂ ആണ് കാണുന്നത്. കിട്ടില്ല ഷോട്ടാണ് നോക്കി. ഇതൊക്കെയാണ് ബ്ലൂ മൗണ്ടൻ്റെ ബ്യൂട്ടി. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഉള്ളിലേട്ട് കയറി ഇങ്ങനെ ഹൈക്കിങ്ങിനും അങ്ങനെയൊക്കെ വന്നാലോട്ടോ നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഈ ട്രയലിൻ്റെ പേരെങ്ങനെ അണ്ടർ ക്ലിഫ് വോക്ക് എന്നെന്തോ ആണ് എഴുതിയിരിക്കുന്നത്. ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ അടിപൊളിയായിട്ട്. പിന്നെ നമ്മൾ ഇതുപോലുള്ള കല്ലുകളിൽ ഇങ്ങനെ ചാടി കേട്ടോ നമ്മളിങ്ങനെ ഹൈക്ക് ചെയ്യുന്നത്. ഒരു 200 മീറ്റർ നടന്ന് എഴുതിയായിരുന്ന ഒരു വ്യൂ പോയിൻ്റ്. നമ്മൾ അത് ലക്ഷ്യമാക്കിയാണ് പോണത്. 200 മീറ്റർ അതിൽ കൂടുതൽ നടന്നില്ലേ അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ വഴി ഒഴിക്കുമ്പോൾ പറയുമ്പോൾ ഇതേ അവിടെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിടൂലേ, ആ ഒരു ലുക്കായിരിക്കും. നമുക്ക് നോക്കാം. എന്നാലും ഇവിടെ നിന്നിട്ടേ നമ്മൾ ആദ്യം കണ്ട വെള്ളച്ചാട്ടവും അതിൻ്റെ കുറേ ഭംഗിയൊക്കെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കും. മൊത്തം പിന്നെ ഇങ്ങനെ കൈവരികളെല്ലാം ഇട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ വരുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഇതാണ് ലുക്കൗട്ട്. അയ്യോ എത്ര പെട്ടെന്ന് എത്തിയോ. ഇതാണ് നമ്മൾ കാണാൻ വന്ന ലുക്കൗട്ട്. കണ്ടോ ഇവിടെ എല്ലാം വ്യൂ പോയിൻറ്റിന് ലുക്കൗട്ട് എന്നാട്ടോ പറയണേ. ശരിക്കും ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു വ്യൂ കിട്ടിയാണ്. കണ്ട ആമസോൺ കാടുകൾ എന്നൊക്കെ പറയുന്നത്. ഇതാണ് ഇവിടെ. അധികമായി പോയിട്ടില്ലാത്ത ബ്ലൂ മൗണ്ടൻ്റെ സ്ഥലങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ് ഇപ്പോൾ കേട്ടോ. ഇപ്പോൾ ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വന്ന ക്ലിഫും അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണാം. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴുള്ളൊരു ഫീലാണ് തന്നെ ആമസോൺ മഴക്കാട് എന്നൊക്കെ പറയുമാതിരി ആ ഒരു അടിപൊളി ഫീലുള്ളൊരു സ്ഥലങ്ങൾ. അതെല്ലാം ഇങ്ങനെ കണ്ട് റിലാക്സ് ചെയ്ത് നമുക്ക് ഇങ്ങനെ പോരാം. ഞാൻ കോഫി കൊണ്ടുവന്നാണ്, കോഫി തീർന്നു. ശരിക്കും ഒരു കോഫി ഇങ്ങനെ കയ്യിലുണ്ടായിരുന്നു, അടിപൊളിയായ കാര്യം. സോഫ്റ്റ് ഡ്രിങ്ക്സ് കയ്യിലുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ആംബിയൻസിൽ നമുക്ക് ശരിക്കും
ഒരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് ചില്ല് ചെയ്ത് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് റിലാക്സ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. ബ്ലൂ മൗണ്ടൻ ഇത്രയും ഭംഗിയുള്ള സ്ഥലമാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭംഗിയുള്ള സ്ഥലമാണെന്ന് നീ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ നമുക്കൊരു അന്യായിട്ട് നമ്മളെ എന്താ പറയുക, നമ്മളെ റെജ്യൂനേറ്റ് ചെയ്ത് നമ്മളെ നന്നായിട്ട് നമ്മൾ റിലാക്സ് ചെയ്യണ ഒരു ഇതാണ് കേട്ടോ. അവിടെ ഒരു വ്യൂ പോയിൻ്റ് കണക്കുണ്ട്. അവിടെ വ്യൂ പോയിൻറ്റിൽ നമ്മൾ ആദ്യം കണ്ട ആ വാട്ടർ ഫോൾസിൻ്റെ ഇത് കാണുന്നുണ്ട്. കണ്ടോ, ബാക്കിൽ കാണുന്നതാണ് വാട്ടർ ഫോൾസ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഹൈക്കിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ 9 മണി, ഇപ്പോൾ ഒരു 11:30 അപ്പോൾ 2.5 hours ആയിട്ട് ഞാനിപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഹൈക്ക് ചെയ്ത് നടക്കുന്നു. ഇവിടെ മുട്ടനെ ഇരിക്കാട്ടോ, ഉണ്ടോ, തണുപ്പ് മുട്ടന്ന് ഇരുത്തും. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സ്നേക്കുണ്ട്, മറ്റെന്ത് വർക്കുണ്ട്, അതിനൊക്കെ പേടിയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട് വരുമ്പോൾ ചെറിയൊരു ഇതായിരിക്കും. ഇപ്പോൾ ഇവിടെ കണ്ടോ, അപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വളരെ ഒറ്റപ്പെട്ടൊരു ഏരിയയാണ്. കണ്ടോ, അവിടെയാണ് ഈ വാട്ടർ ഫോൾസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഫീലാന്ന് വെച്ചില്ല, ആ നേച്ചറിൻ്റെ ആ വെള്ളം ചാടുന്നതിന് സൗണ്ടും അങ്ങനെ എല്ലാം കൂടി നല്ല അടിപൊളി വൈബ്. കുറേ ആളുകളോട് ഇതിങ്ങനെ കാണാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഉണ്ടോ, ഒത്തിരി ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയത്ത് വന്ന പോലെ എനിക്ക് അങ്ങനെ ഇവിടെ നല്ല തണുപ്പായിരിക്കും എനിക്ക് തോന്നുന്നു. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ആ വ്യൂ പോയിന്റിലേക്ക് പോയത്. ഇവിടെ എല്ലാ ഭംഗിയുള്ള സ്ഥലത്തിനിട്ടും നമ്മളിങ്ങനെ കുത്തനെ ഇറങ്ങിയിട്ടാണ് കേട്ടോ കാണാൻ പോണേ. പിന്നെ തിരിച്ച് നമ്മൾ കയറേണ്ടി വരും. പക്ഷെ നമ്മൾ ഒന്ന് ടയേർഡായി നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അടിപൊളി ചെയ്യും. ഇതിപ്പോൾ തിരിച്ച് ഏകദേശം അത്യാവശ്യം ഹൈക്കിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാനിപ്പോൾ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തേട്ട് പോവാണ്. ഇവിടെ നിന്നൊരു 15 minutes നമ്മളിങ്ങനെ കാട്ടുവഴികളിലൂടെ നടന്ന് നമ്മളവിടെ എത്തും. അപ്പോൾ ഇന്നത്തെ ഹൈക്കിങ്ങും ലുക്കൗട്ട് പോയിൻറ്റുകളും വ്യൂകളും എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയി കുറേ കാഴ്ചകളെല്ലാം കണ്ട് മറ്റു വീഡിയോയിൽ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ചുക്മാൻ.